തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. വചനത്താൽ തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ വിളഭൂമിയിലെ നല്ല വേലക്കാരാകുന്നു. ജൂലൈ 29 കൈത്താക്കാലം 3-ാം ഞായറാഴ്ച. 3 വചനഭാഗങ്ങളാണ് ദൈവം നമുക്ക് സമ്മാനമായി നൽകുന്നത്, വചനത്താൽ തുറക്കപ്പെടാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ട്. 1-ാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അധ്യായം 5, 1 മുതൽ 16 വരെ. ആത്മീയ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാകും. 2-ാം വായന 2 കൊറിന്ത്യൻസ് 7, 1, 11. അനുദപിക്കുന്നവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പൗലോസ്ലീഹ വരച്ചു കാട്ടുന്നു. 3 സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 9, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്ധന് വിശ്വാസത്തിൻ്റെ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, 3 വായനകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വീണ്ടും ഇത് തന്നെയാണ്. ആത്മീയ ജീവിതത്തിന് വേണ്ട പോഷകങ്ങൾ എന്തൊക്കെ, അനുതാപത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ, ഈ അനുതാപത്തിൻ്റെ ഫലങ്ങളും ആത്മീയ ജീവിതത്തിൻ്റെ ഫലങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ, പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ കൈവിളക്കുകളാകും. കൈവിളക്കുകൾ എന്ന് വെച്ചാൽ ഈശോയിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് നമ്മിലൂടെ ഈശോയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന നല്ല വേലക്കാരാകും നമുക്ക് വചനത്താൽ തുറക്കപ്പെട്ട. പ്രമാണങ്ങളെ പറ്റിയാണ് പറയുക. പ്രമാണങ്ങളെന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നത് കൽപ്പനകൾ എന്ന ചിന്തയാണ്. പ്രമാണങ്ങളെ ജീവിത വിജയത്തിന് വേണ്ട ചൂണ്ടുപലകകളായി കണക്കാക്കാവുന്നതാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന മോശ. ഈ മോശ 3 പ്രസംഗങ്ങളുടെ രൂപേണ മരണത്തിന് മുമ്പ്, താൻ മരിക്കുന്നതിന് മുമ്പ് 3 പ്രസംഗങ്ങളായിട്ട് ഈ ജീവിത രേഖകൾ, മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ജനത്തിന്. സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഏതൊരു ജനതയും, ഏതൊരു മനുഷ്യനും ഈ ചൂണ്ടുപലകകളെ നോക്കിക്കണ്ട് ജീവിക്കാൻ പരിശ്രമിച്ച ജീവിതം വിജയിക്കും. 1-ാം വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കും, നമ്മുടെ ദൈവമായ കർത്താവ് ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു ഉടമ്പടി ചെയ്തു. നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത്. ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്ന നമ്മോട്. വചനം നമ്മോട് പറയുന്നില്ല, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നോട് ഒരു ഉടമ്പടി ചെയ്യാനാണ്. ജീവിത വിജയത്തിന് എനിക്ക് ആവശ്യമുള്ള ചൂണ്ടുപലകകൾ, സഹായങ്ങൾ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. കാതോർത്ത് ഈ വചനത്തിൽ ശ്രവിച്ച നമ്മുടെ ജീവിതം വിജയിക്കും. ശ്രവിച്ചതുകൊണ്ട് മാത്രമായില്ല, ജീവിതം പ്രാവർത്തികമാക്കാനാകട്ടെ എനിക്കും നിങ്ങൾക്കും. 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ സുന്ദരമായൊരു ചിന്തയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ എടുത്തു വായിക്കേണ്ട, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ ദൈവത്തോട് പോലും ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നന്മയെപ്പറ്റിയാണ്, സന്തോഷത്തെപ്പറ്റിയാണ് പറയുക. അനുദപിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ട ഗുണങ്ങൾ, സന്തോഷങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ദൈവത്തോട് ഞാൻ നിങ്ങളും പറയേണ്ട, ദൈവമേ നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്നിരുന്നു. ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ കുലത്തിൽ, ഗുരുവിൻ്റെ വീട്ടിൽ പോയിട്ട് തൻ്റെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഒക്കെ വിട്ട് അവിടെ താമസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ കുലത്തിൽ, ഗുരുവിൻ്റെ കൂടെ താമസിച്ച് തൻ്റെ അജ്ഞത ഗുരുവിൻ്റെ പ്രകാശത്താൽ, വിജ്ഞാനമെന്ന പ്രകാശത്താൽ അജ്ഞത മാറ്റി, അന്ധകാരം മാറ്റി, ഗുരുവിനോടൊത്ത്, ഗുരുവിനാൽ പ്രകാശിക്കപ്പെടാൻ. ഇതിനു വേണ്ടിയല്ലേ ഗുരുകുല വിദ്യാഭ്യാസം? ഈ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ കൂടെയായിരിക്കാൻ അവിടെ നിന്ന് വിളിക്കുന്നു. യേശു പ്രകാശമാണെങ്കിൽ പ്രകാശമാകുന്ന ഈശോയുടെ കൂടെയായിരിക്കാൻ ഈശോ ക്രിസ്തു ശിഷ്യരെ വിളിക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നടക്കാൻ മനസ്സുള്ള കൂട്ടുകാരെ. പ്രിയപ്പെട്ടവരെ, മനസ്സുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും തമ്പുരാൻ്റെ കൂടെ വസിക്കാം. കൂടെ വസിച്ച് കഴിയുമ്പോൾ ഗുരുവിൻ്റെ ചൈതന്യത്താൽ, ഗുരുവിൻ്റെ പ്രകാശത്താൽ പൂരിതരാകും ഞാനും നിങ്ങളും. അന്ധകാരത്തിൽ നിന്ന് മാറി നടക്കാനുള്ള ശേഷി കിട്ടും.
ഇങ്ങനെ അന്ധകാരത്തിൽ നിന്ന് മാറി നടന്നു കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ട 3 കുഞ്ഞു ഗുണങ്ങൾ കൂടി ഈ ഇന്ന് സുവിശേഷം വരച്ച് കാണിക്കുന്നുണ്ട്. ഒന്ന്, തിന്മകളുടെയും കുറവുകളുടെയും കാരണം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. കാരണം കണ്ടുപിടിക്കാനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വളരെ എളുപ്പമാണ്. അവയെ പരിഹരിക്കുകയാണ് പ്രധാനമെന്ന്. ശിഷ്യന്മാരും ഫരിസേയരും നിയമജ്ഞരുമൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്, ഉത്സുകരാകുന്നുണ്ട്. പക്ഷെ ക്രിസ്തുവാകട്ടെ ഈ കുറവുകളെ പരിഹരിക്കാനാണ് പരിശ്രമിക്കുന്നത്. അന്ധത ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ പരിശ്രമിക്കുന്ന തമ്പുരാൻ്റെ ഈ ഉൾത്തൊടിപ്പ് എനിക്കും നിനക്കും സ്വന്തമാക്കാനാകും. ഇങ്ങനെ സ്വന്തമാക്കാനായി കഴിഞ്ഞ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ മുമ്പേ കണ്ട വായനകളിലുള്ളത്. അതായത് ആത്മീയ ജീവിതത്തിന്, ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ചൂണ്ടുപലകകൾ, അനുദപിക്കുന്ന മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ ബഹിസ്ഫുരണങ്ങൾ. 2, ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നന്മകളെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തട്ടിക്കളയാതിരിക്കുക, തിരിച്ചറിയാൻ സാധിക്കുക. നന്മകളെ തിരിച്ചറിയാൻ. ഈശോ എന്നിലും നിന്നിലും എന്നും സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെ, അത്ഭുതങ്ങളെ തിരിച്ചറിയാനായാൽ എനിക്കും നിങ്ങൾക്കും വീണ്ടും ജീവിതത്തിന് വിജയം നേടാനാകും, നല്ല വേലക്കാരനാകാൻ. 3-ാമതായിട്ട് ഈശോ പഠിപ്പിക്കുന്നത്, ഈശോയുടെ കൂടെ നടക്കുന്ന ശിഷ്യന് 2 സാധ്യതകളുണ്ട്. ഒന്ന്, തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഈശോയ്ക്ക് തുറന്നു കൊടുത്ത് തൻ്റെ അന്ധത മാറ്റാൻ സാധിക്കും, അന്ധകാരം മാറ്റാൻ സാധിക്കും, പ്രകാശത്തിലായിരിക്കാൻ സാധിക്കും, പ്രകാശത്തിലൂടെ കാണാൻ സാധിക്കും. 2-ാമത്തെ സാധ്യത, ഈശോയുടെ മുമ്പിൽ ജീവിതം കൊട്ടിയടച്ചു കഴിഞ്ഞാൽ ഉള്ള കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകും, ഫരിസേയർക്കും നിയമജ്ഞർക്കും സംഭവിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരാകാൻ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാം. ഈ തുറവിയിലൂടെ ഈശോയുടെ പ്രകാശം നമ്മിലേക്ക് പ്രവഹിക്കട്ടെ. പ്രവഹിക്കുന്ന പ്രകാശം നമുക്ക് കൊണ്ടു നടന്ന് പ്രകാശിപ്പിക്കാനാകട്ടെ ജീവിത സാക്ഷ്യം വഴി. ഓർക്കുക, ജീവിത വിജയത്തിന് ആവശ്യമുള്ള ചൂണ്ടുപലകകളാണ് പ്രമാണങ്ങൾ, ദൈവിക പ്രമാണങ്ങൾ. 2, അനുതാപത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ തമ്പുരാൻ്റെ തിരുമുമ്പിൽ വ്യാപരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഗുണങ്ങളാണ് കാഴ്ചകൾ. 3, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുവിശേഷമാകുന്നത്, നല്ല വിശേഷമാകുന്നത് നമ്മുടെ അന്ധതകൾ മാറ്റുമ്പോൾ. അന്ധതകൾ മാറ്റം ചെയ്യേണ്ടത് എന്താ? എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തമ്പുരാൻ്റെ വരവിനായിട്ട്, തമ്പുരാൻ്റെ വചനങ്ങൾക്കായിട്ട്, തമ്പുരാൻ്റെ ജീവൻ്റെ അപ്പം സ്വീകരിക്കാനായിട്ട് തുറന്നു കൊടുക്കാം. തുറവിയുണ്ടാകട്ടെ, നല്ല വേലക്കാരാകട്ടെ. വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം.